ഹേ ഗേസ്, ഞാൻ റാസി. തമിഴ്നാട് രജിസ്ട്രേഷനുള്ള ആൾട്ടോയാണിത്. ഓക്കെ, ഊട്ടിയിലാണ് ഇതിൻ്റെ ഓണറുടെ വീട്. സൗത്ത് ഫുള്ള് ചുറ്റി കറങ്ങുന്ന വണ്ടി കേട്ടോ. അപ്പോൾ നമുക്ക് ഇതിൻ്റെ പ്രോബ്ലംസ് ഒക്കെ ഒന്ന് ചെക്ക് ചെയ്യാം. നമ്മൾ ബ്രേക്ക് പെഡൽ വണ്ടി ഓടിക്കൊണ്ടിരിക്കുമ്പോൾ ബ്രേക്ക് പെഡൽ പ്രസ് ചെയ്താൽ നമ്മുടെ കാല് വൈബ്രേറ്റ് ചെയ്തുകൊണ്ടിരിക്കും. അതായത് പെഡൽ അപ്പ് ആൻഡ് ഡൗൺ ഫാസ്റ്റായിട്ട് മൂവ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ റീസൺ എന്താണെന്ന് നമുക്ക് നോക്കാം. ഇതിൻ്റെ ഫ്രണ്ട് റൈറ്റ് വീല് ചെറുതായിട്ട് സ്റ്റക്ക് വരുന്നുണ്ട് നമ്മൾ റൊട്ടേറ്റ് ചെയ്യുമ്പോൾ. ലെഫ്റ്റ് സൈഡ് ഓക്കെയാണ്, കുഴപ്പമൊന്നുമില്ല. അപ്പം ഏറെക്കുറെ നമ്മൾ പ്രതീക്ഷിച്ച പോലെ റൈറ്റ് സൈഡിൽ എന്തോ ഒരു കുഴപ്പമുണ്ട്. നമുക്ക് അതെന്താണെന്ന് ആദ്യം ഫൈൻഡ് ചെയ്യണം. അതുപോലെ തന്നെ നമ്മൾ ഇതിൻ്റെ ബാക്ക് സൈഡ് രണ്ടും ഓപ്പൺ ചെയ്യുന്നതാണ്. ബാക്ക് സൈഡിലെ ഡ്രം രണ്ടും ഓപ്പൺ ചെയ്യണം. ഇതൊക്കെ സത്യം പറഞ്ഞാൽ 2 വർഷമൊക്കെ കൂടുമ്പോൾ ചെയ്താൽ മതി. ഒന്ന് പെർഫെക്റ്റ് ആക്കി ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ കുറേ കാലം ഓടിക്കോളും. ഗൈസ്, അടുത്ത് നമ്മൾ നോക്കുന്ന ബ്രേക്ക് ഫ്ലൂയിഡാണ്. ഇത് ലോയിലാണല്ലോ കേട്ടോ. ബ്രേക്ക് ഫ്ലൂയിഡ് ലോയിലാണെങ്കിൽ നമുക്ക് എന്തെങ്കിലും കുഴപ്പമുണ്ട്. അതുപോലെ തന്നെ അടുത്ത് നിങ്ങളെ കാണിക്കുന്നത് ഇതിൻ്റെ എഞ്ചിൻ ഓയിലാണ്. എഞ്ചിൻ ഓയിൽ നല്ല ബ്ലാക്കാണ്. ഇതിൻ്റെ ഓണർ ഓൾറെഡി ചെക്ക് ചെയ്തിട്ടുണ്ട്. പുള്ളി പറഞ്ഞു ഇത് ഓയിൽ മാറിക്കോളാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതും കൂടെ നമ്മൾ ചെയ്യുന്നതാണ്. ഇനി നമ്മൾ നോക്കുന്ന കാര്യമാണ്, ലോങ് ഡ്രൈവ് ഒക്കെ പോകുന്ന കാറുകൾക്ക് ഏറ്റവും കൂടുതൽ അത്യാവശ്യമായിട്ട് വേണ്ട സാധനം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കൂളൻ്റാണ് കേട്ടോ. അപ്പോൾ നമുക്കിതൊന്ന് തുറന്നു നോക്കാം. കൂളൻ്റ് ഞാൻ നോക്കിയ സമയത്ത് ഇതിൻ്റെ അകത്ത് കുറച്ച് മോശം കണ്ടീഷനാണ്. ഓണറെ ഞാൻ ഓൾറെഡി ഇൻഫോം ചെയ്തു. അപ്പോൾ പുള്ളി വേണ്ട കാര്യങ്ങൾ ചെയ്യാനാണ് പറഞ്ഞത്. ഞാൻ നോക്കുന്ന സമയത്ത് ഇതിൻ്റെ ബാക്ക് സൈഡിലുള്ള പൈപ്പ് കാര്യങ്ങളൊക്കെ മാറിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇതിനൊരു വേറെ രീതിയിലുള്ള ട്രീറ്റ്മെൻറ്റ് കൊടുക്കാം. ഞാൻ അതിനെക്കുറിച്ച് പറയുന്നതായിരിക്കും കേട്ടോ. ഓക്കെ കേസ്, അപ്പോൾ നമുക്കിനി ബ്രേക്കിൻ്റെ കാര്യങ്ങളിലേക്ക് പോകാം. ഞാനിത് മൂവ് ചെയ്യുന്ന സമയത്ത് ഞാൻ ഈ ഒരു റോട്ടറിലായിട്ട് ശ്രദ്ധിച്ചൊരു കാര്യമാണ് ഇത് കേട്ടോ. നിങ്ങൾക്ക് കാണാൻ പറ്റും അവിടെ ബ്രേക്ക് പാഡ് ഒട്ടിപ്പിടിച്ചിട്ടുണ്ട്. നോർമലി നമ്മൾ റിയർ ബ്രേക്ക് ഷൂ ഒട്ടിപ്പിടിക്കുന്നത് നോർമലായിട്ട് കാണുന്ന ഒരു സംഭവമാണ്. പക്ഷേ ഈ ഫ്രണ്ട് ബ്രേക്ക് ഷൂ ഒട്ടിപ്പിടിക്കാനുള്ള റീസൺ എന്താണെന്ന് നോക്കണം. ഇതിൻ്റെ കാലിപ്പർ പിന്നെ സ്റ്റക്ക് ആവാൻ എന്തായാലും ചാൻസ് ഉണ്ട്. അത് നമ്മൾ ക്ലിയർ ചെയ്യുന്നതായിരിക്കും. ഓക്കെ, ഈ ഒരു മെറ്റീരിയൽ നമുക്കൊന്ന് നോക്കാം, ഇത് എങ്ങനെ ക്ലീൻ ചെയ്യാൻ നോക്കാം കേട്ടോ. ഓക്കെ, പിന്നെ വേറൊരു കാര്യം നമ്മൾ കെയർ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളൊരു വണ്ടിയുടെ മേലെ നമ്മൾ പൈസ സ്പെൻഡ് ചെയ്യുമ്പോൾ ആ വണ്ടിക്ക് എത്ര പഴക്കമുണ്ട്, അങ്ങനെയുള്ള കാര്യങ്ങളും കൂടെ നമ്മൾ നോക്കണം കേട്ടോ. ഓക്കെ, അപ്പോൾ ഞാൻ ഇതിൻ്റെ റോട്ടർ പോളിഷ് ചെയ്യാനൊന്നും നിൽക്കുന്നില്ല. കാരണം ഒരുപാട് പൈസ നമ്മൾ ഇതിൽ സ്പെൻഡ് ചെയ്യുന്നില്ല. നമുക്ക് ഇതിൻ്റെ ഓണറുടെ കംപ്ലയിൻറ്റ്സ് ക്ലിയർ ആവണം, മാത്രമല്ല ഇത് ബ്രേക്ക് ഡൗൺ ആവരുത്. ആ ഒരു രീതിയിലാണ് നമ്മളിതിനെ ചെയ്യാൻ വേണ്ടി പോകുന്നത് കേട്ടോ. അപ്പോൾ ഞാൻ ജസ്റ്റ് നമ്മളെ സ്ക്രൂ ഡ്രൈവറൊക്കെ വെച്ച് പയ്യെ തട്ടിയപ്പോൾ തന്നെ അതൊക്കെ വന്ന് ക്ലീൻ ആയിട്ടുണ്ട്. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്ന കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൽ നമ്മൾ സാൻഡ് പേപ്പർ യൂസ് ചെയ്യുന്നതായിരിക്കും. എന്നിട്ട് ഇത് വൃത്തിയാക്കും കേട്ടോ. അപ്പോൾ നമുക്ക് ഇനി ഇതിൻ്റെ നക്കിള്, അതുപോലെ തന്നെ നമുക്ക് ഈ ഒരു ഹബ്ബ് ജസ്റ്റ് ഒന്ന് കറക്കി നോക്കാം. ഇത് സ്റ്റക്ക് ക്ലിയർ ആയിട്ടുണ്ടോ എന്ന് നോക്കാം കേട്ടോ. അപ്പോൾ തന്നെ നമുക്ക് ഏകദേശം ഈ ഒരു ബ്രേക്ക് ജെഡിങ് എന്നാണ് ഇതിനെ ശരിക്കും ഇംഗ്ലീഷിൽ പറയുക. ഓക്കെ, മലയാളത്തിൽ ബ്രേക്ക് വിറയ്ക്കുന്നു എന്നൊക്കെ വേണമെങ്കിൽ പറയാം. ഞാനിതിൻ്റെ ഓണറുടെ അടുത്തൊരു ചാൻസ് പറഞ്ഞത് ഇതിൻ്റെ റോട്ടർ ബെൻഡായിരിക്കാൻ ചാൻസ് ഉണ്ടെന്ന് പറഞ്ഞായിരുന്നു. പക്ഷേ ഇനി നമുക്ക് റോട്ടർ മാറേണ്ട കാര്യമില്ല കേട്ടോ. ഓക്കെ, നമ്മളെന്തായാലും ടെസ്റ്റ് ഡ്രൈവ് ചെയ്യും. അതിന് ശേഷം വീണ്ടും വൈബ്രേഷൻ ഉണ്ടെങ്കിൽ ഈ റോട്ടറിലേക്കൊക്കെ പോകേണ്ടി വരും. ഓക്കെ, നമുക്കത് പിന്നെ നോക്കാം. ഞാൻ നിങ്ങൾക്ക് ഇതിൻ്റെ ബ്രേക്ക് പാഡ് ഒന്ന് കാണിച്ചു തരാം കേട്ടോ. നമ്മുടെ ആ റോട്ടറിൽ ഒട്ടിപ്പിടിച്ച ഭാഗം എവിടെ നിന്ന് വന്നതാണ് നിങ്ങൾക്ക് ഇവിടെ നോക്കിയാൽ അറിയാൻ വേണ്ടി പറ്റും. ഇത് ഇങ്ങനെ സംഭവിക്കാനുള്ള റീസൺ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ബ്രേക്ക് പാഡിൻ്റെ കാലപ്പഴക്കം കേട്ടോ. അതായത് നമ്മൾ ഒരുപാട് വർഷം പഴക്കമുള്ള പാഡൊക്കെ ആണെങ്കിൽ ഇതുപോലെയൊക്കെ സംഭവിക്കാം. അപ്പോൾ നമ്മൾ ആ പാഡ് നോക്കിയിട്ട് നമുക്ക് ഓക്കെ അല്ല എന്ന് തോന്നുന്നെങ്കിൽ നമുക്കത് റീപ്ലേസ് ചെയ്യാം. നമ്മൾ ബാക്ക് സൈഡിലേക്ക് വരുവാണെങ്കിൽ നമ്മൾ ഇതിൻ്റെ വീൽ സിലിണ്ടർ രണ്ടും നമ്മൾ റീപ്ലേസ് ചെയ്യുന്നുണ്ട്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വീൽ സിലിണ്ടർ ഓൾറെഡി ചെറുതായിട്ട് ലീക്ക് വരുന്നുണ്ട് കേട്ടോ. നിങ്ങൾക്ക് ആ ഡ്രമ്മിലൊക്കെ തന്നെ കാണാൻ വേണ്ടി പറ്റും. വീൽ സിലിണ്ടർ ലീക്ക് ഉണ്ടെങ്കിൽ ഈ വീൽ സിലിണ്ടർ ലീക്കായി കഴിഞ്ഞാൽ ആ ബ്രേക്ക് ഫ്ലൂയിഡ് വീണ് അവിടെയൊക്കെ പെയിൻറ്റ് കാര്യങ്ങളൊക്കെ മങ്ങുക, അതുപോലെ ഇളകി പോവുകയൊക്കെ ചെയ്യും. പിന്നെ അതുപോലെ തന്നെ നമ്മൾ ചെയ്യുന്ന കാര്യം എന്താ വെച്ചാൽ ഇവിടെയൊക്കെ ഈ കോണ്ടാക്റ്റ് വരുന്ന ഏരിയകളിലൊന്നും ഗ്രീസ് ഇല്ല കേട്ടോ. കാരണം പഴയ വണ്ടിയാണ്, നമുക്ക് അറിയുന്ന കാര്യമാണ്. അപ്പം ഒരുപാട് വർഷമൊക്കെ യൂസ് ചെയ്ത് ഗ്രീസും കാര്യങ്ങളെല്ലാം തന്നെ പോയിട്ടുണ്ട്. മാത്രമല്ല ഇതിൻ്റെ ബ്രേക്ക് ഷൂ ഏകദേശം എനിക്ക് തോന്നുന്നത് ഒരു 10,000-40,000 കിലോമീറ്ററോളം ഓടിച്ച ബ്രേക്ക് ഷൂ ആട്ടോ. അപ്പോൾ നമ്മൾ ഇതിൻ്റെ ബ്രേക്ക് ഷൂ കൂടെ മാറുന്നുണ്ട്. ഈ ഒരു പോയിന്റുകൾ പ്രത്യേകം കെയർ ചെയ്യും കേട്ടോ. നമ്മൾ ബ്രേക്ക് നമ്മൾ ചവിട്ടുന്ന സമയത്ത് ബാക്ക് സൈഡിൽ നിന്ന് ചെറിയ ഒരു സ്ക്വീസിങ് സൗണ്ടൊക്കെ കേൾക്കുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ബ്രേക്ക് ഷൂ ഈ ഒരു കോണ്ടാക്ട് പ്രശ്നമൊക്കെ കേട്ടോ. അപ്പോൾ നമ്മൾ ഇതിൻ്റെ പാർട്സുകളൊക്കെ തന്നെ യൂസ് ചെയ്യുന്ന KBX ആണ്. KBX എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല ബ്രാൻഡ് ആട്ടോ. പക്ഷേ ഇതിൻ്റെ റേറ്റ് നിങ്ങൾക്ക് അറിയാൻ വേണ്ടി പറ്റും. ബ്രേക്ക് പാഡിനൊക്കെ ജസ്റ്റ് 400 രൂപ. അതുപോലെ തന്നെ ഓയിൽ ഫിൽറ്റർ നമ്മൾ യൂസ് ചെയ്യുന്നത് മാരുതിയുടെ ജെനുവിനാണ്. പക്ഷേ ഇതിനാകെ 99 രൂപ മാത്രമേ വിലയുള്ളൂ. മാത്രമല്ല ഈ ഒരു വീൽ സിലിണ്ടറിൻ്റെ റേറ്റ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് 2 എണ്ണം ഒരു 700 രൂപയ്ക്കൊക്കെ കിട്ടും. വളരെ മെയിൻ്റനൻസ് കോസ്റ്റ് കുറവാണ്. നമ്മുടെ മെയിൻ ടെൻഷൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു റേഡിയേറ്റർ ആട്ടോ. അപ്പോൾ ഞാൻ ഈ റേഡിയേറ്റർ നോക്കുന്ന സമയത്ത്
ഇതിൻ്റെ ബാക്ക് സൈഡിലുള്ള പൈപ്പ് കാര്യങ്ങളൊക്കെ മാറിയിട്ടുണ്ട്. മാത്രമല്ല ഇതിൻ്റെ ഹീറ്റർ കോർ ഓൾറെഡി ബൈപ്പാസ്ഡ് ആണ്. അപ്പോൾ നമ്മൾ അതിനി ഡയറക്റ്റ് ചെയ്യാൻ വേണ്ടി നോക്കുന്നില്ല, കാരണം ഈ വണ്ടി നമുക്ക് ഒരുപാട് സമയമില്ല, പെട്ടെന്ന് ക്ലിയർ ചെയ്ത് കൊടുക്കണം. അതുപോലെ തന്നെ ഈ ഒരു റിസർവ് ടാങ്കൊക്കെ നമ്മൾ കൂളൻ ടാങ്കൊക്കെ നോക്കുകയാണെങ്കിൽ നല്ല രീതിയിൽ കൊറോഷൻ വന്നിട്ടുണ്ട്. ആ ഒരു കൊറോഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ അകത്തുനിന്നൊക്കെ ദ്രവിച്ച് വരുന്ന ആ ഒരു മെറ്റൽ പീസുകളൊക്കെ ചേർന്ന് ഒരു ചെളി പോലെയായി മാറുകയാണ് ചെയ്യുക. ഓക്കെ, അപ്പം നമുക്ക് അതിനുള്ള ട്രീറ്റ്മെൻറ്റ് കൊടുക്കാം. ബാക്ക് സൈഡ് നമ്മൾ വർക്ക് ഓൾറെഡി കംപ്ലീറ്റ് ചെയ്തിട്ടോ. ഡ്രമ്മ് നമ്മൾ പോളിഷ് ചെയ്തിട്ടുണ്ട്, കാരണം നമ്മൾ പുതിയ ബ്രേക്ക് ഷൂ ചെയ്യുന്ന സമയത്ത് ഡ്രമ്മ് പോളിഷ് ചെയ്യണം, കാരണം അല്ലെങ്കിൽ നമുക്ക് അത് സൗണ്ട് കാര്യങ്ങളൊക്കെ വരാനൊക്കെ ചാൻസ് ഉണ്ട്. മാത്രമല്ല നമുക്കിതിൻ്റെ അഡ്ജസ്റ്റിങ് കറക്റ്റ് കിട്ടില്ല കേട്ടോ. ഇതിൽ വേറൊരു പ്രത്യേകത എന്ന് വെച്ചാൽ ഇതിൽ പാർട്സ് ഒന്നും മിസ്സിങ് ഇല്ല. അതായത് നമ്മൾ ഇതിൻ്റെ അഡ്ജസ്റ്റർ കാര്യങ്ങൾ, ലോക്ക്, സ്റ്റോപ്പർ എല്ലാം തന്നെ ഓക്കെ ആയിരുന്നു കേട്ടോ. പഴയ ബ്രേക്ക് ഷൂവിൻ്റെ തിക്നെസ് വളരെ കുറവാണ്. അതായത് കുറഞ്ഞ കിലോമീറ്ററിൻ്റെ അകത്ത് തന്നെ സൗണ്ട് വരാൻ തുടങ്ങും. സൗണ്ട് വരാൻ പാടില്ല, കാരണം ഈ വണ്ടി നല്ല ലോങ് ഡ്രൈവ് ഓടുന്ന വണ്ടിയാട്ടോ. ഓക്കെ, അപ്പം നമുക്കിനി ഫ്രണ്ടിലെ വർക്കൊക്കെ നമ്മൾ കംപ്ലീറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ബ്രേക്ക് പാഡൊക്കെ നമ്മൾ ഫിക്സ് ചെയ്തു. അങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് നമ്മൾ ഇവിടെ ഒരു ബോൾട്ട്, നമ്മുടെ കാലിപ്പർ പിന്നിൻ്റെ ഒരു ബോൾട്ടിന് ചെറിയ പ്രോബ്ലം ഉണ്ട്. അപ്പോൾ നമ്മൾ ആ ബോൾട്ടൊക്കെ നമ്മൾ റീപ്ലേസ് ചെയ്യുന്നുണ്ട് കേട്ടോ. ഓക്കെ, അപ്പം നമ്മൾ ഈ കാര്യങ്ങൾ നമ്മൾ ചെയ്യുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വണ്ടി ബ്രേക്ക് ഡൗൺ ആവാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. ഈ വണ്ടി നമ്മുടെ വർക്ക് കഴിഞ്ഞാൽ നേരെ ഇവിടുന്ന് പാലക്കാട്, കോയമ്പത്തൂർ, മേട്ടുപ്പാളം വഴി ഊട്ടിയിലേക്കായിരിക്കും പോവുക. അപ്പം നമ്മൾ നല്ല രീതിയിലുള്ള മെയിൻ്റനൻസ് ആണ് ഇതിന് കൊടുക്കുന്നുണ്ട്. ഓക്കെ, ഫുൾ ലോങ് ഡ്രൈവ് ആണ് ഈ ഒരു വണ്ടി. നിങ്ങൾക്ക് ശരിക്കും പറഞ്ഞാൽ വിശ്വസിക്കാൻ തന്നെ പറ്റില്ല, കാരണം 2004 മോഡൽ വണ്ടിയും കൊണ്ട് ഇത്ര ദൂരം ആരെങ്കിലുമൊക്കെ പോകുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ശരിക്കും പലർക്കും ഇത് വിശ്വസിക്കാനേ പറ്റില്ല കേട്ടോ. പക്ഷേ ഇത് സത്യമാണ്. ഇതിൻ്റെ ഓണറൊക്കെ നിങ്ങൾക്ക് കാണിച്ചു തരാം. അപ്പോൾ നമ്മളിതിൽ എഞ്ചിൻ ഓയിലൊക്കെ ഒഴിച്ചിട്ടുണ്ട്. എഞ്ചിൻ ഓയിൽ നമ്മൾ കറക്റ്റായിട്ടുള്ള ഗ്രേഡ് ഉപയോഗിക്കുന്നുണ്ട്. അതുപോലെ തന്നെ കൂളൻ്റ് നമ്മൾ ചെയ്ത കാര്യം എന്ന് വെച്ചാൽ ഇതിൻ്റെ റേഡിയേറ്റർ പ്രോപ്പറായിട്ട് ഫ്ലഷ് ചെയ്തു കേട്ടോ. ഫ്ലഷ് ചെയ്ത ശേഷം നമ്മൾ കൂളൻ്റ് ഒഴിക്കുകയാണ് ചെയ്യുന്നത്. നമ്മൾ വേറൊരു കാര്യം കൂടെ ഇതിന് ഓണറോട് പറയുന്നുണ്ട്. അതായത് ഇത് നമ്മൾ ഇനി ഓരോ ഓയിൽ ചേഞ്ച് ചെയ്യുന്ന സമയത്തും ഇതിൻ്റെ കൂളൻ്റ് ഒന്ന് റീപ്ലേസ് ചെയ്ത് കൊടുക്കണം. അതുപോലെ തന്നെ പറ്റുവാണെങ്കിൽ ഇതിൻ്റെ വാട്ടർ പമ്പ് റേഡിയേറ്ററും കൂടെ മാറിയാൽ നല്ലത്. ബെൽറ്റ് ലൂസൊന്നുമില്ല, നമ്മുടെ ആൾട്ടർനേറ്റർ ബെൽറ്റൊക്കെ ഓൾമോസ്റ്റ് ഓക്കെയാണ്. അപ്പം ടോട്ടലി ഇതിൻ്റെ എൻജിൻ കണ്ടീഷൻ എന്ന് പറഞ്ഞാൽ ഒന്നും പറയാനില്ല, നല്ല സ്മൂത്താണ് കേട്ടോ എൻജിന്. നമുക്ക് ഡ്രൈവ് ചെയ്യാനൊക്കെ നല്ല സുഖമാണ്. അപ്പോൾ ഞാൻ നിങ്ങൾക്ക് ജസ്റ്റ് ഇതിൻ്റെ നമ്മുടെ കൂളൻ്റൊക്കെ ഒഴിച്ച് കഴിഞ്ഞ് നമ്മൾ 1-2 തവണ ഇതിൻ്റെ ഫാനൊക്കെ വർക്ക് ചെയ്തു. ഇപ്പോൾ നിങ്ങൾക്ക് അകത്തേക്ക് നോക്കിയാൽ കാണാൻ പറ്റും, ക്ലീൻ ആണ് കേട്ടോ. ഓക്കെ, പക്ഷേ ഇത് നമുക്ക് ഇതുകൊണ്ട് സ്റ്റോപ്പ് ചെയ്യാൻ പറ്റില്ല. ഓരോ ഓയിൽ ചേഞ്ച് വരുമ്പോഴും നമുക്ക് മാറിക്കൊടുക്കണം. ഈ ഒരു ആൾട്ടോയ്ക്കൊക്കെ നമുക്ക് ജസ്റ്റ് ഒരു 300-400 രൂപയുടെ ചിലവ് മാത്രമേ ഉള്ളൂ കേട്ടോ കൂളൻ്റിന്. ലേബർ ചാർജ് ബാക്കി കാണണം. ഓക്കെ, എന്നാലും കുഴപ്പമില്ല. അപ്പം നമ്മൾ ആ ഒരു കാര്യങ്ങളൊക്കെ തന്നെ നമ്മൾ ചെയ്തു. ഇനി നമുക്ക് ചെയ്യേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് ഓയിലും കൂടെ ജസ്റ്റ് കാണിച്ചു തരാം കേട്ടോ. ഓക്കെ, ഓയിലൊക്കെ നല്ല ക്ലീൻ ആയിട്ടുണ്ട്. നമ്മൾ പഴയ ഓയിലൊക്കെ ഫുള്ളി ഡ്രെയിൻ ചെയ്ത് കളഞ്ഞു. നമ്മളിത് ടെസ്റ്റ് ഡ്രൈവ് ചെയ്യുകയാണ്. അപ്പം ഞാൻ ഈ ടെസ്റ്റ് ഡ്രൈവ് ചെയ്യുന്നത് പറഞ്ഞാൽ നമ്മുടെ കോഴിക്കോട് പുതിയ ബൈപ്പാസിലൂടെയാട്ടോ നമ്മൾ ടെസ്റ്റ് ഡ്രൈവ് ചെയ്യുന്നത്. അപ്പം നമ്മൾ സത്യം പറഞ്ഞാൽ നല്ല സ്മൂത്താണ് ഈ ഒരു വാഹനം. ഇത് പവർ സ്റ്റിയറിംഗ് ഒക്കെ വരുന്ന LXi മോഡലാണ്. 2004 തന്നെ. കുറഞ്ഞ വണ്ടികൾ അങ്ങനെ കാണാറുള്ളൂ. നല്ല സ്മൂത്തായിട്ട് ഇപ്പോൾ നമുക്ക് ഓടിക്കാൻ വേണ്ടി പറ്റുന്നുണ്ട്. ബ്രേക്കൊക്കെ എന്ന് പറഞ്ഞാൽ നല്ല പെർഫെക്റ്റ് ആണ്. പുതിയ വണ്ടി ചവിട്ടിയാൽ എങ്ങനെയായിരിക്കും അതുപോലെയുള്ള ബ്രേക്ക് കാര്യങ്ങളൊക്കെ നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾ തുടക്കക്കാരാണെങ്കിൽ നിങ്ങൾക്ക് മേടിക്കാൻ പറ്റുന്ന ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ളൊരു കാറാണ് ആൾട്ടോ കേട്ടോ. കാരണം ഇപ്പം നമ്മൾ എത്ര മോശമായിട്ട് ഉപയോഗിച്ച വണ്ടിയാണെങ്കിൽ പോലും നമ്മൾ നല്ല മെയിൻ്റനൻസ് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് കുറച്ച് കാലമൊക്കെ ആ വണ്ടി നമുക്ക് ഉപയോഗിക്കാൻ വേണ്ടി പറ്റും. ഓക്കെ, അപ്പം ഇതാണ് നിങ്ങൾ കാണുന്ന നമ്മുടെ വണ്ടിയുടെ ഓണർ. ഓക്കെ, പുള്ളി ചെക്ക് ചെയ്യുന്നുണ്ട് എല്ലാ പാർട്ടുകളും എല്ലാം ഓക്കെ ആണോ എന്നൊക്കെ നോക്കുന്നുണ്ട്. അപ്പം നമ്മൾ ഫസ്റ്റ് ടൈമാണ് പുള്ളിയായിട്ട് ഡീൽ ചെയ്യുന്നത്. പക്ഷേ നല്ല ഒരു ക്യാരക്ടറാണ് ആൾ. ഓക്കെ, ആൾ മലയാളം നല്ല പെർഫെക്റ്റായിട്ട് പറയും. ഓക്കെ, പുള്ളിയുടെ വീട് ഊട്ടിയിലാണ്. അപ്പം നമുക്ക് പുള്ളിയെ കാണാൻ പറ്റിയതൊരു ഭാഗ്യമായി ഞാൻ കരുതുന്നു. അപ്പം കാര്യങ്ങളൊക്കെ ഞങ്ങൾ ഓക്കെ പറഞ്ഞു, എല്ലാം ഡീലാക്കിയിട്ടുണ്ട്. മെയിൻ്റനൻസ് കോസ്റ്റ് വളരെ കുറവാട്ടോ. കാരണം നമ്മളിപ്പോൾ മറ്റു പല ബ്രാൻഡുകൾ എടുത്ത് നോക്കുകയാണെങ്കിലും മാരുതിയുടെ കോസ്റ്റ് എന്ന് പറഞ്ഞാൽ വളരെ കുറവാട്ടോ. കാരണം അതിനിപ്പം നമ്മുടെ ഈ ആൾട്ടോ, സ്വിഫ്റ്റ് ഈ കാറ്റഗറിയുള്ള വണ്ടികളൊക്കെ ആണെങ്കിൽ തന്നെ കുറഞ്ഞ രീതിയിലുള്ള മെയിൻ്റനൻസ് നമുക്ക് വരുള്ളൂ. പാർട്സ് എല്ലാ സ്ഥലങ്ങളിലും അവൈലബിൾ ആയിരിക്കും. ഓക്കെ, അപ്പം നമ്മൾ ഉടനെ തന്നെ നമ്മളൊരു യൂസ്ഡ് കാറിൻ്റെ യൂസ്ഡ് കാർ വാങ്ങുന്നവർക്ക് വേണ്ടിയുള്ള വീഡിയോ സ്റ്റാർട്ട് ചെയ്യുന്നതായിരിക്കും. പെട്ടെന്ന് തന്നെ ചെയ്യുന്നതാണ്. കാരണം നമ്മൾ കൂടുതലും ഡീൽ ചെയ്യുന്ന യൂസ്ഡ് കാർസുമായിട്ടാണ്. അപ്പം യൂസ്ഡ് കാറൊക്കെ മേടിക്കുന്ന ആളുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വണ്ടിയെക്കുറിച്ച് അറിയാത്ത ആളുകളായിരിക്കും ഒരു 80% ആളുകൾ കേട്ടോ. ഓക്കെ, അപ്പോൾ പ്രത്യേകിച്ച് കുറഞ്ഞ പൈസയുടെ വണ്ടിയൊക്കെ മേടിക്കുന്നവർ. അപ്പോൾ അവർക്കൊക്കെ വേണ്ടിയിട്ട്, അവരൊക്കെ ട്രാപ്പിലൊക്കെ വീഴാതിരിക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് ടിപ്സ് നമ്മൾ പറയുന്നതായിരിക്കും. ഓക്കെ, അപ്പം നമ്മുടെ ഓണർ നല്ല ഹാപ്പിയാണ്. അപ്പോൾ പുള്ളിയെ വീണ്ടും മീറ്റ് ചെയ്യുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു ഗൈസ്. അപ്പം ഇതുപോലെ ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോസ് വേണ്ടി നമ്മളെ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങൾ ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യുക കേട്ടോ. മാത്രമല്ല യൂസ്ഡ് കാർ മേടിക്കാൻ പോകുന്ന നിങ്ങളുടെ ചങ്കൊക്കെ ഉണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ നമ്മുടെ വീഡിയോ നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കുക ഗൈസ്. അപ്പോൾ നമ്മൾ ഇതുപോലെയുള്ള വീഡിയോസായിട്ട് കണ്ടിന്യൂസ്ലി വരുന്നതായിരിക്കും. ഓക്കെ ഗൈസ്, താങ്ക് യു ഫോർ വാച്ചിങ്. അടുത്ത വീഡിയോയിൽ കാണാം.